ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആൽബിയും അതുപോലെ തന്നെ സോണിയുടെ കല്യാണം കഴിഞ്ഞ് തിരിച്ച് ആൽബിയുടെ വീട്ടിലേക്ക് സോണിയും ആൽബി എത്തുക കേട്ടോ. ആ സമയത്ത് ആൽബിയുടെ അമ്മ പറയുന്നുണ്ട്, നിക്ക് നിങ്ങൾ ചടങ്ങുകളൊന്നും തെറ്റിക്കേണ്ട, വലതുകാലം വെച്ച് തന്നെ അകത്തേക്ക് കയറ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോണീനെയും ആൽബിയുടെ വലതുകാലം വെച്ച് അകത്തേക്ക് കയറാൻ പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് കയറുന്നുണ്ട്. ചാരുമോളാണെങ്കിൽ പോയപ്പോൾ തന്നെ, അതായത് ആൽബിയുടെ അമ്മയും അച്ഛനായിട്ട് പെട്ടെന്ന് തന്നെ അടുത്തു കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, സോണി നോക്കിക്കേ, നിന്റെ മോളുണ്ടല്ലോ ഞങ്ങളായിട്ട് പെട്ടെന്ന് അടുത്തു, അവൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നമ്മളെ ഗ്രാൻഡ് പേയും ഗ്രാൻഡ്മയാണെന്ന് അല്ലേ എന്ന് പറയാണ് നമ്മുടെ ആൽബിയുടെ അമ്മയും അച്ഛനും കേട്ടോ. ആ സമയത്ത് സോണിക്കും വല്ലാത്ത സന്തോഷം തോന്നുവാണ്. അതിനുശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് നമ്മുടെ ആൽബിയുടെ അമ്മ. അതിനുശേഷം നമ്മുടെ ആൽബിയുടെ അമ്മയുടെ അച്ഛനെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് സോണിയും അതുപോലെ തന്നെ ആൽബിയും കൂടി കേട്ടോ. അതിനുശേഷം നമ്മുടെ അമ്മയും അച്ഛനും പറയുന്നുണ്ട്, ആൽബി നീ സോണി മോളെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോയിട്ട് നിങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യേ, ഞങ്ങൾ നിങ്ങൾക്കുള്ള പാലും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറയാനുണ്ട്. ചടങ്ങുകളൊന്നും തെറ്റിക്കാണ്ട് അവർക്ക് പാലും അതുപോലെ തന്നെ പഴങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാരുമോളാണെങ്കിൽ ആൽബിയുടെ അച്ഛനമ്മയുടെ കയ്യിൽ നിന്ന് സോണി എടുത്ത് തിരിച്ചു പോകുന്നേ കേട്ടോ, അവർ അത്രക്കും അടുത്തു. അതിനുശേഷമാണെങ്കിൽ ആദ്യരാത്രിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാരുമോൾ നേരത്തെ തന്നെ കിടത്തി ഉറക്കി കേട്ടോ നമ്മുടെ ആൽബിയുടെ അമ്മ. അതിനുശേഷം ഒരു ഗ്ലാസ് പാലായിട്ട് സോണി എടുത്ത് പറയാണ്, ഇതായിട്ട് നീ ആൽബിയുടെ റൂമിലേക്ക് ചെല്ല് എന്നൊക്കെ പറയുമ്പോൾ സോണി നാണത്തോടു കൂടി ആ പാല് ഗ്ലാസ് മേടിച്ചിട്ട് ആൽബിയുടെ റൂമിലേക്ക് പോകുക കേട്ടോ. അതിനുശേഷം പാല് കൊടുക്കുന്നുണ്ട്. പാലിൻ്റെ പകുതി ആൽബി കുടിച്ചിട്ട് ബാക്കി പകുതി സോണിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവരവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതേ സമയത്ത് തന്നെ ഇവിടെ പ്രകാശൻ എന്തൊക്കെയോ എന്ന് അറിഞ്ഞ പോലെ, അല്ലെങ്കിൽ എന്തൊക്കെയോ മനസ്സിൽ പെട്ടെന്ന് ആലോചിച്ച് കൂട്ടി പറയുന്നുണ്ട്, എടാ മോനെ വിക്രമേ, ഇന്നല്ലേ അവളുടെ കല്യാണം ശരിക്കും നടക്കാൻ നിന്നത്, ശരിക്കും ഇവളുടെ ആദ്യരാത്രി ആവേണ്ടതായിരുന്നു ഇന്ന്. എന്തായാലും ആ കല്യാണം മുടങ്ങിയത് വളരെ നന്നായി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ എനിക്കിന്ന് സദ്യയൊക്കെ ഒരുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പായസത്തിൽ ഒതുക്കിയിട്ടുണ്ട്, എല്ലാവർക്കും ഞാൻ പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയണം. ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട്, മോനെ എന്തൊക്കെ പറഞ്ഞാലും നീ ആ സോണി ഉണ്ടല്ലോ അവളുടെ വീട്ടിൽ ചുറ്റിപ്പറ്റി നിൽക്കണം കേട്ടോ. അവൾ ചിലപ്പോൾ ആരെ അറിയിക്കാണ്ട് ചിലപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്തെന്ന് വരും. അതുകൊണ്ട് നീയോ നിന്റെ സുഹൃത്തുക്കളോ എപ്പോഴും ഒരു കണ്ണ് സോണിയിലും ആൽബിയിലല്ല സോണിയിൽ വെക്കണം. അവൾ രജിസ്റ്റർ മാരേജ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ, അതുകൊണ്ട് ആ വീട്ടിൽ എപ്പോഴും നിന്റെ ഒരു കണ്ണ് വേണമെന്ന് പറയാണ്. അതെ, ആ സമയം തന്നെ നമ്മുടെ ആൽബിയും സോണിയും ഇവിടെ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്ന സമയത്താണ് സോണിയുടെ വീട്ടിലേക്ക് ഒരു കണ്ണ് വിക്രത്തോട് വെക്കണമെന്ന് പ്രകാശം പറയണത്. അതേസമയം മനോഹറിനെ വെച്ചുകൊണ്ട് നമ്മുടെ രാഹുലിനിട്ട് വമ്പം പണി തന്നെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കിരണും കല്യാണിയും കേട്ടിട്ടോ. അപ്പോൾ മനോഹരത്ത് പറയുന്നുണ്ട്, നീ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് കിരണും കല്യാണിയും പറയുമ്പോൾ, നിങ്ങൾ പറഞ്ഞു അതുപോലെ ഞാൻ ചെയ്തോളാം, അല്ലെങ്കിലും ഇപ്പം ആ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ പറയണ പോലെ തന്നെയാണ് നടക്കണമെന്ന് മനോഹർ പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി എന്ന് പറയുമ്പോൾ മനോഹർ പറയുന്നുണ്ട്, അയാളെ ഒരു മുഴുവട്ടനാക്കിയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്, ബാക്കിയൊക്കെ നിങ്ങൾ പറയണ പോലെ ഞാൻ ചെയ്തോളാം എന്ന് മനോഹർ പറയാണ്. നീ വേറെ ഒന്നും ചെയ്യണ്ട, അയാളെ പേടിപ്പിച്ച് നിർത്തുക, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ നീ മറ്റുള്ളവരെ കൺവീൻസ് ചെയ്ത് ഞങ്ങൾ ആ വീട്ടിലേക്ക് കിടക്കണം. പിന്നെ അയാളെ മുഴുവട്ടനാക്കിയല്ലോ, അയാളെ നീ മുഴുവട്ടനാക്കിയിട്ട് എങ്ങനെയെങ്കിലും അയാളെ ഒരു വട്ടന്മാരുടെ ഒരു ആശുപത്രി കൊണ്ടേ കിടത്തി, അവിടുത്തെ സെല്ല് ജയിലിൽ കിടത്തി അയാൾക്ക് ഷോക്കും കൊടുത്ത് അയാളെ ആ രീതിയിൽ നീ ആക്കണം, അതാണ് നിന്റെ ജോലി എന്ന് പറയുമ്പോൾ, ഇതാണോ ഇത് നിസ്സാരമാണ് എനിക്കെന്നൊക്കെ മനോഹർ പറയുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളും അതുപോലെ തന്നെ വളരെയധികം നല്ല ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്ന എപ്പിസോഡായിരിക്കും ഇന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ എന്തായാലും റിവ്യൂ ഇടാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.